ഹായ് കൂട്ടുകാരെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇനി നന്ദിനിക്ക് സ്വന്തമായി ഒരു ബിസിനസ് തുടങ്ങാനും ഇവിടെ മിത്ര സമ്മതിച്ചില്ല എന്നുള്ള സത്യം ഇനി ഇവിടെ സൂര്യ മനസ്സിലാക്കണം കേട്ടോ. അപ്പോൾ സൂര്യയുടെ മനസ്സിലേറെ പകയാവുകയാണ്. നന്ദിനി ആതിരയും കൂടി ഒരു ബിസിനസ് തുടങ്ങുമ്പോൾ അവിടെ തടസ്സമായി വന്ന മിത്രയാണല്ലോ. അതുകൊണ്ട് തന്നെ അവൾക്കൊരു ഉഗ്രം പണി കൊടുക്കണം എന്നൊരു തീരുമാനം ഇങ്ങനെ സൂര്യ ചിന്തിക്കുകയാണ്. അങ്ങനെ സൂര്യ പിന്നീട് ഒരു തീരുമാനം എടുക്കുകയാണ്. നന്ദിനിക്ക് സ്വന്തമായി ഒരു കമ്പനി ഇട്ട് കൊടുക്കുക എന്നുള്ളത്. അത് ഇട്ട് കൊടുക്കുന്നത് ഒരു ഡ്രസ്സിൻ്റെ കമ്പനി ആയിരിക്കും കേട്ടോ. ഒരു ഗാർമെൻറ്റ്സ് കമ്പനി ആയിരിക്കും. അങ്ങനെ ആ ഒരു കമ്പനി നന്ദിനിയുടെ പേരിൽ എടുക്കാമെന്നുള്ളൊരു തീരുമാനമാവുകയാണ്. അപ്പോൾ ഈ സമയമൊക്കെ ആണെങ്കിലോ നന്ദിനിക്ക് സൂര്യയെ ഇഷ്ടപ്പെട്ട് തുടങ്ങിയിട്ടുണ്ടാവും കേട്ടോ. സൂര്യക്ക് ഓരോരോ കാര്യങ്ങൾ ചെയ്തു കൊടുക്കാനൊക്കെ നന്ദിനി വല്ലാതെ ആഗ്രഹിക്കുകയാണ്. സൂര്യ ഓഫീസിലോട്ട് പോകാമെന്ന് കാണുമ്പോൾ ഓഫീസിലേക്ക് പോകുമ്പോൾ ആ ബാഗ് എടുത്തു കൊണ്ടുവരാനും പിന്നീട് സൂര്യ ഷൂ ഇടാനും ഒരുങ്ങുമ്പോഴേക്കും ഇനി എന്തായാലും നിങ്ങൾ ഇടണ്ടെന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് ആ ഒരു എടുത്തിട്ട് ആ ഒരു ഷൂ എടുത്തിട്ട് പെട്ടെന്ന് നന്ദിനി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് കാണുന്ന സൂര്യ എന്താ ഈ കാണിക്കുന്നത് എന്നിങ്ങനെ ചിരിച്ചുകൊണ്ട് ചോദിക്കുന്നുണ്ട്. അതെ, ഞാൻ എന്താ പറയുന്നതെന്നൊക്കെ നിങ്ങൾ ഇപ്പോൾ കണ്ടാൽ മതി, ഇപ്പോൾ എന്തായാലും ഞാൻ ഇട്ട് തരാം എന്ന് പറഞ്ഞിട്ട് സൂര്യയുടെ കൈകളിൽ നിന്ന് ആ ഷോക്സ് വാങ്ങിയിട്ട് നന്ദിനി ഇട്ട് കൊടുക്കണം കേട്ടോ. അപ്പോൾ അതിനിടയ്ക്ക് എന്തൊക്കെ നീ എന്നെ കാണിക്കുന്നതെന്ന് പറഞ്ഞ് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും തലതിരിക്കുന്നതിനിടയിൽ പെട്ടെന്ന് ഇവിടെ സൂര്യ തൻ്റെ കയ്യിലുള്ള ആ ഒരു പോക്കറ്റിൽ വെച്ചിരിക്കുന്ന ആ ഒരു കാറിൻ്റെ കീ ഉണ്ടല്ലോ, അത് താഴോട്ട് വീഴണം കേട്ടോ. അതോടുകൂടിയിട്ട് സൂര്യ അത് എടുക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ രണ്ടാളും ഈ സോഫയുടെ അടിയിലോട്ട് പോകുമ്പോൾ രണ്ടാളും ഇത് കുമ്പിട്ട് ഇങ്ങനെ നിന്ന് എടുക്കുമ്പോൾ രണ്ട് പേർക്കും എടുക്കാൻ കഴിയുന്നില്ല. അപ്പോൾ നന്ദിനിക്കാണെങ്കിലോ സൂര്യ പോകാൻ പാടില്ല, അതുകൊണ്ട് തന്നെ മനഃപൂർവ്വം എടുക്കാൻ കഴിയാത്തതുപോലെ അഭിനയിക്കുകയാണ് കേട്ടോ. എന്നാൽ സൂര്യയാണെങ്കിലോ ഒരു ബ്രഷ് എടുത്ത് കൊണ്ടിട്ട് അത് എടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ സൂര്യ അവിടെ നിന്ന് പോകുമ്പോൾ നന്ദിനിയാണെങ്കിലോ ബായ് എന്നൊക്കെ ഇങ്ങനെ പറയാൻ ശ്രമിക്കും. പക്ഷേ സൂര്യ തിരിഞ്ഞു നോക്കില്ല കേട്ടോ. അപ്പോൾ നന്ദിനിക്ക് സങ്കടമാവണം, എന്താ സൂര്യ എന്നെ ഇങ്ങനെ തിരിഞ്ഞു നോക്കാത്ത, ഞാൻ സ്നേഹിക്കുന്നത് മൂപ്പര് മനസ്സിലാക്കുന്നില്ല എന്നുള്ള ആ ഒരു ടെൻഷനൊക്കെ മനസ്സിൽ വരുന്നുണ്ട് കേട്ടോ. അങ്ങനെ അവർ തമ്മിൽ കൂടുതൽ അടുത്തിരിക്കുകയാണ്. അങ്ങനെ സൂര്യ ഒരു തീരുമാനം എടുക്കുകയാണ്, എന്തായാലും നിന്നെ ജീവിക്കാനും ഇത്ര സമ്മതിക്കുന്നില്ലെങ്കിൽ എനിക്കൊരു വാശിയായി, ഇനി എനിക്ക് നല്ലൊരു ജോലി ഉണ്ടാക്കി തരണം എന്നത്. സ്വന്തമായി നീയും ആതിരയും കൂടി ഒരു ഗാർമെൻറ്റ്സ് കമ്പനി തന്നെ അങ്ങ് തുടങ്ങട്ടെ എന്നുള്ള തീരുമാനം എടുക്കുകയാണ് കേട്ടോ. അങ്ങനെ ഇത് കേൾക്കുന്ന പത്മ കുറേ അത് വേണ്ടെന്ന് വെക്കാൻ നോക്കൂട്ടോ. പക്ഷേ യതീന്ദ്രനും അതിന് സപ്പോർട്ടായി നിൽക്കുകയാണ്. കാരണം പല ആളുകൾക്കും ജോലിയില്ലാതെ ബുദ്ധിമുട്ടുന്നതിൽ ഇതൊരു സഹായമായിക്കോട്ടെ. നന്ദിനിക്ക് അറിയാവുന്ന പണിയാണെങ്കിൽ നന്ദിനി ചെയ്തോട്ടെ, അതിനെന്തിനാ നീ കുറ്റം പറയുന്നതെന്ന് പറയട്ടോ. അത് കേൾക്കുന്നതിനോട് കൂടിയിട്ട് പത്മക്ക് അവിടെ എതിർപ്പ് പറയാനും കഴിയില്ല. അപ്പോൾ അത് കേൾക്കുന്ന സൂര്യ പറയണേ, ഇനിയിപ്പോൾ നിങ്ങൾ എതിർത്താലും ഞാൻ ഇടണമെന്ന് വിചാരിച്ചാൽ നിങ്ങളോടുള്ള വാശിക്ക് ഞാൻ പെട്ടെന്ന് കൂടുതൽ ഇട്ട് കൊടുക്കുമെന്ന് പറയട്ടോ. അപ്പോൾ ഇവിടെയും ആകെ പകച്ചു പോവാണ്. അപ്പോൾ ഇവിടെ പത്മ ചെന്നിട്ട് ഇങ്ങനെ പറയുകയാണ്, ഇവിടെ നന്ദിനിക്ക് ഇന്ദ്രജിത്ത് എന്നിട്ട് പത്മയോട് പറയാണ്, ഇത് കണ്ടില്ല അമ്മേ, അവൾക്കൊരു കമ്പനിയൊക്കെ ഇനിയിപ്പോൾ ഇട്ട് കൊടുക്കുന്ന ഇത്രയും നാളായി നമുക്ക് ഒരു സ്വന്തമായ ഒരു കമ്പനി പോലും ഇല്ല എന്ന് നോക്കിയേ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. ആ സമയം നീ എന്താ ഈ പറയുന്നത് മോളെ, നീ എന്ത് പറഞ്ഞാലും അവന് യാതൊരു വിലയും എന്നെ ഇല്ലല്ലോ, ഞാനെന്ത് പറഞ്ഞിട്ടാണ്, ഞാൻ ഇവിടുത്തെ ഒരു വേലക്കാരിയുടെ റോള് പോലും അവൻ എനിക്ക് തരുന്നില്ല, അപ്പം ഞാൻ എന്ത് പറയാനാ എന്ന് പറയുന്നത്. എന്നാലും അമ്മ നമ്മളെല്ലാവരും അതിന് പോകണ്ടേ എന്നൊക്കെ ചോദിക്കുമ്പോൾ പോകാതിരിക്കാൻ പറ്റില്ലല്ലോ, മറ്റുള്ളവർക്ക് പറയാൻ രസമായല്ലോ എന്നും പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഈ സമയം നന്ദിനിയുടെ കമ്പനി ഉദ്ഘാടനമായി. ഇത് ഒരിക്കലും സഹിക്കാൻ കഴിയാത്ത അത്രയും വേദനയാവുകയാണ് മിത്രയ്ക്ക്. അപ്പോൾ മിത്രയുടെ അമ്മ പറയാണ്, എടി നീ അവളോട് ദ്രോഹം ചെയ്യുമ്പോൾ അവൾ കൂടുതൽ ഉയരങ്ങളിലോട്ട് എന്നാണ് എത്തുന്നത്. നീ സൂര്യയെ മോഹിക്കുമ്പോൾ അവൾ കൂടുതൽ സൂര്യയിലോട്ട് അടുക്കുകയാണ് ചെയ്യുന്നത്. നീ ഓരോ പ്രവൃത്തിയും ചെയ്യുന്നത് അത് അവളെ കൂട്ടിയോജിപ്പിക്കാനാവുന്ന പ്രവൃത്തിയാണ്. നിനക്ക് അവനെ കിട്ടത്തില്ല. ഇപ്പോൾ കണ്ടില്ലേ അവളുടെ ഭക്ഷണത്തിൽ നീ ഇങ്ങനെയൊക്കെ ചെയ്തതുകൊണ്ട് ഇപ്പോൾ എന്ത് മെച്ചാണ് ഉണ്ടായത്. അവൾക്ക് സ്വന്തമായ ഒരു കമ്പനിയാണ് സൂര്യ ഇട്ട് കൊടുക്കുന്നത്. അവളൊരു വരുമാനക്കാരിയായി, ഇനി ഒരു വേലക്കാരിയല്ല, അവൾ ഒരു പണക്കാരിയായി. അത് രക്ഷപ്പെട്ട് കഴിഞ്ഞാൽ തീർച്ചയായും അവൾ പിന്നീട് ആ ഈശ്വരമംഗലത്തെ ഏറ്റവും വലിയൊരു നല്ല പെണ്ണായി തന്നെ മാറും എന്നൊക്കെ ഇങ്ങനെ പറയാൻ കേട്ടോ. അങ്ങനെ ഈ വാക്കുകളൊക്കെ കേൾക്കുമ്പോൾ മിത്രക്ക് ഭ്രാന്ത് പിടിക്കുകയാണ്. അങ്ങനെ പിന്നീട് ഇവർക്ക് ദേഷ്യം പിടിക്കണം. ആ സമയമാണെങ്കിലും മിത്ര പത്മയുമായി കൂട്ടുകൂടിയിട്ടുണ്ടാവും. അപ്പോൾ പത്മയും ഇന്ദ്രജയും ചിന്തിക്കുന്നത് എന്താ വെച്ചാൽ മിത്രയെ പോലെ ഒരു ശത്രുവിനെ മിത്രമാക്കി പിടിക്കുകയാണ് ഇപ്പോൾ നല്ലത്. ശത്രു നന്ദിനിക്കാവുകയും എന്നാൽ നന്ദിനിയും മിത്രയും ഒറ്റ ഫ്രണ്ട്സായി പോകുന്നത് കൊണ്ട് തന്നെ താൻ ഇവിടെ ഒരു അപകടമുണ്ടാക്കാൻ, അതായത് ആ കമ്പനി ഒരിക്കലും ഉദ്ഘാടനം ചെയ്യാൻ പാടില്ല, അതാണ് ഇവരുടെ ലക്ഷ്യം കേട്ടോ. അങ്ങനെ ആ കമ്പനി ഒരിക്കലും ഉദ്ഘാടനം
ചെയ്യാൻ പാടില്ല എന്നുള്ള തീരുമാനം എടുക്കുകയാണ്. അപ്പോൾ ഇന്ദ്രജ പറയുകയാണ് പത്മയോട്, നമുക്ക് മിത്രയെ എന്തായാലും നന്ദിനിയുടെ ഫ്രണ്ട് ആയതുകൊണ്ട് നമുക്ക് നമ്മുടെ ശത്രുവാണെങ്കിൽ അവളെ മിത്രമാക്കി പിടിക്കാം. കാരണം അവളെ മിത്രമാക്കി കഴിഞ്ഞാൽ തീർച്ചയായും നന്ദിനിക്ക് ഒരു അപകടം ഉണ്ടാക്കും. അങ്ങനെ ഇവർ നേരിൽ കാണുകയാണ്. അങ്ങനെ മിത്രയോട് വന്നിട്ട് പറയാണ് പത്മ, കണ്ടില്ലേ, എത്രയായാലും നിന്നെ ഞാൻ ഒരു മരുമകളാക്കണമെന്ന് ആഗ്രഹിച്ചതാണ്, പക്ഷേ എനിക്കത് നടന്നില്ല. അപ്പോൾ അവിടെ അത് കേൾക്കുമ്പോൾ മിത്രക്കും അത് സമാധാനമാകട്ടെ. അപ്പോൾ മിത്ര പറയണേ, എനിക്കും ഒരിക്കലും ഇത് അംഗീകരിക്കാൻ കഴിയുന്നില്ല. ഈ ഒരു ഫുഡ് പോയ്സൺ ഇതാക്കിയത് കൊണ്ട് തന്നെ ഇപ്പോൾ അവൾക്ക് വെച്ചടി കയറ്റായി. ഞാൻ അവൾ തകരട്ടെ എന്ന് കരുതിയാണ് ഞാൻ അവളോട് ഇങ്ങനെ ചെയ്തത്. പക്ഷേ ഞാൻ തകരട്ടെ എന്ന് കരുതി ചെയ്തത് ഇപ്പോൾ ഇന്ന് അവൾക്ക് വലിയൊരു ഉയർന്ന സ്ഥാനത്തോട്ട് സൂര്യ ഇട്ട് കൊടുക്കുമെന്ന് കരുതിയില്ല. എന്നാലും മാഡത്തിന് ഇത്രയ്ക്ക് ഒരിതുണ്ടായിട്ടും ആൻറ്റി എന്താ അത് എതിർക്കാൻ? അതിന് എൻ്റെ വാക്കുകൾക്ക് അവൻ സപ്പോർട്ട് ചെയ്യില്ല. പിന്നെ അവൻ്റെ അച്ഛനും അതിനൊക്കെ കൂട്ടാണല്ലോ, അതുകൊണ്ട് തന്നെ എനിക്ക് എതിർക്കാൻ കഴിയില്ല എന്ന് പറയാണ്. അപ്പോൾ ഇനി എന്താ ചെയ്യുക, ഇനി എന്നെക്കൊണ്ട് ഒന്നും ചെയ്യാൻ കഴിയില്ല എന്ന വാക്ക് പറയുമ്പോൾ ഉടൻ തന്നെ പറയണ ചെയ്യാൻ കഴിയും, ഒരു വാക്കുണ്ട്, എന്ന് വെച്ചാൽ നീ ഒരു പണി ചെയ്യും. അപ്പോഴേക്കും ഉടൻ തന്നെ മിത്ര ചോദിക്കുക, എന്ത് പണി ഇന്ദ്രജ ഞാൻ ചെയ്യേണ്ടത്? അതെ, ആ കമ്പനി ഉദ്ഘാടനത്തിൻ്റെ അന്ന് അവിടെ പല മെഷീനുകളും പ്രവർത്തിപ്പിക്കുമല്ലോ, അതൊക്കെ നന്ദിനിയാണ് ഉദ്ഘാടനം ചെയ്യുന്നു എന്നാണ് സൂര്യ അച്ഛനോട് പറയുന്നത് ഞാൻ കേട്ടത്. എല്ലാം നന്ദിനിയുടെ കൈകൊണ്ട് തൊട്ട് കഴിഞ്ഞാൽ അതെല്ലാം പൊന്നാവുന്ന ഒരവസ്ഥയാണ്. അത്രയും നല്ലൊരു പെണ്ണാണ് നന്ദിനി. അതുകൊണ്ട് അച്ഛാ, എനിക്ക് നന്ദിനി തന്നെ ആ കമ്പനിയുടെ എല്ലാം ഉദ്ഘാടനം ചെയ്യണമെന്ന് മാത്രമല്ല, ചെയ്യിപ്പിക്കും, മറ്റുള്ളവർക്ക് കാണിപ്പിക്കാൻ വേണ്ടിയും. അവളെ എത്ര വട്ടമാണ് പോലീസ് ലോക്കപ്പിൽ കയറ്റാൻ നോക്കുന്നത്. അതുകൊണ്ട് തന്നെ അവളെ വലിയൊരു സ്ഥാനത്തോട്ട് ഞാൻ ഇനി ഉയർത്താൻ പോവുകയാണ്, അത് എല്ലാവരും കാണട്ടെ എന്ന് പറയട്ടോ. അപ്പോൾ ഇവർ കേട്ടിട്ടുണ്ടാവും. അപ്പോൾ മിത്രയോട് പറയാണ്, ആ ഒരു മെഷീൻ്റെ മുകളിൽ നിന്ന് അവൾക്ക് ഷോക്ക് അടിച്ച് അവൾ തീരണം, അതാണ് വേണ്ടത് എന്ന് പറയട്ടോ. അപ്പോൾ മിത്ര പറയണ, ശരി, ഞാൻ അതിനുള്ള ആളുകളെ ഏർപ്പാട് ചെയ്തോളാം എന്ന് പറയണേ. അങ്ങനെ ഇവർ കമ്പനി ഉദ്ഘാടനത്തിന് വേണ്ടി പോവുകയാണ്. നന്ദിനിയാണെങ്കിലോ സൂര്യയെ വല്ലാതെ അങ്ങ് പ്രണയിച്ച് തുടങ്ങുകയാണ്. പക്ഷേ സൂര്യ അത് മനസ്സിലാക്കാഞ്ഞിട്ടല്ല, പക്ഷേ സൂര്യ നന്ദിനി എത്രത്തോളം തന്നെ സ്നേഹിക്കും എന്ന് മനസ്സിലാക്കിയും കൊണ്ട് തന്നെ സൂര്യ ഇങ്ങനെ അകന്ന് പെരുമാറുകയാണ്. അപ്പോൾ ഉടൻ തന്നെ മിത്ര ഇങ്ങനെ അവിടെ വന്നിട്ടുണ്ട്. മിത്ര വരുമ്പോൾ സൂര്യ പറയുന്നുണ്ട്, നന്ദിനി എന്തിനാ നീ ഇവളെ വിളിച്ചത്? അത് പിന്നെ അവൾ വന്നോട്ടെ എന്ന് പറയുമ്പോൾ, നന്ദിനി ഇവിടെ എന്തെങ്കിലും പ്രശ്നം വരുമ്പോൾ, ഇവളെന്ന് വന്നോ അന്നൊക്കെ പ്രശ്നമാണ്. അപ്പോൾ ഉടൻ തന്നെ പത്മ പറയുന്നത്, ഞാൻ വിളിച്ചിട്ട് വന്നതാണ് എന്ന് പറയട്ടോ. അപ്പോൾ അതോടുകൂടി ആരോട് ചോദിച്ചിട്ടാണ് നിങ്ങൾ വിളിച്ചത്? അപ്പോൾ യതീന്ദ്രൻ പറയണം, ഒന്നും മിണ്ടാതെ നിന്ന സൂര്യ ഈ ഒരു നല്ല നിമിഷത്തും വഴക്കിടാതെ. അപ്പോൾ നന്ദിനി പറയാണ്, വെറുതെ വഴക്കുണ്ടാക്കണ്ട, എന്തായാലും ഉദ്ഘാടനം നടത്താമെന്ന് പറയണം. അങ്ങനെ ഇവർ ഉദ്ഘാടനം നടത്താൻ വേണ്ടിയിട്ട് ആ ഒരു കാര്യങ്ങളൊക്കെ ഇങ്ങനെ നടത്തുകയാണ്. അതായത് കത്രികയൊക്കെ നന്ദിനിയുടെ കയ്യിൽ കൊടുക്കുന്ന സമയത്ത് അതിലൊരു പെണ്ണ് വന്നിട്ട് സൂര്യയുടെ അരികിൽ വന്ന് തൊട്ട് ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ. ഇത് കാണുന്നതിനോട് കൂടി നന്ദിനിക്ക് അങ്ങ് ദേഷ്യം പിടിക്കണം. അപ്പം നന്ദിനി ഇവളെ പതിയെ അങ്ങ് തോണ്ടുകയാണ്, എന്തിനാ നീ ഈ സൂര്യ സാറിൻ്റെ അടുത്ത് പോയി നിൽക്കുന്നത്? അതിനെന്താ മാഡം, ഞാൻ അവിടെ നിന്ന് എന്താ കുഴപ്പം? അത് കേൾക്കുന്നതിനോട് കൂടിയിട്ട്, അവിടെ നിൽക്കേണ്ടത് നീയല്ല ഞാനാണ്, അതിന് നിങ്ങളെന്തിനാണ് അവിടെ നിൽക്കുന്നത്? സൂര്യ സാറിൻ്റെ ആരാണ് നിങ്ങൾ എന്ന് ചോദിക്കാൻ കേട്ടോ. അത് കേൾക്കുന്നതിനോട് കൂടി ഉടൻ തന്നെ, അതെ, എൻ്റെ കഴുത്തിൽ ഈ താലി കെട്ടിയിരിക്കുന്ന പുരുഷനാണ്. എൻ്റെ പുരുഷൻ്റെ അടുത്ത് ആര് നിൽക്കണമെന്ന് തീരുമാനിക്കുന്നത് ഞാനാണ്. അപ്പോൾ അതിനിടയ്ക്ക് ഈ പെൺകുട്ടി ഇത് പറയാനുള്ള കാരണം എന്താ വെച്ചാൽ, ഇന്ദ്രജയോട് ഇങ്ങനെ ചോദിക്കുന്നുണ്ട്, അത് ആരാ? അത് ഞങ്ങളുടെ വീട്ടിലെ സെർവൻ്റാണ് എന്ന് നന്ദിനിയെ പറയുന്നുണ്ട്. ആരോടും പറയില്ല, സൂര്യയുടെ ഭാര്യയാണെന്നുണ്ട്. അതുകൊണ്ട് തന്നെ സൂര്യ അത് പറഞ്ഞ് നടക്കുന്നുമില്ലല്ലോ. അതുകൊണ്ട് തന്നെ എല്ലാവരും അവിടെ തോന്നുന്നത് നന്ദിനി ഈ വീട്ടിലെ സെർവൻ്റാണ്. അപ്പോൾ സെർവൻറ്റിനെ കൊണ്ടാണോ ഉദ്ഘാടനം എന്നൊക്കെ പലവരും ചോദിച്ചിട്ടൊക്കെ ഉണ്ട്. അതിനൊക്കെ വേറൊരു മറുപടിയാണ് ഇവർ നൽകുന്നത് കേട്ടോ. അങ്ങനെ ഇവളോട് പറയാണ്, നന്ദിനി പറയണേ, ഇതെൻ്റെ ഭർത്താവാണ്, എൻ്റെ കഴുത്തിൽ താലി കെട്ടിയവനെ തൊടാനുള്ള അവകാശം എനിക്ക് മാത്രമേ ഉള്ളൂ, നിനക്കില്ല എന്ന് പറഞ്ഞിട്ട് അത് കേൾക്കുന്നതിനോട് കൂടി ശരിക്കും ഇവരാകെ, ഈ പെൺകുട്ടി ആകെ ഞെട്ടിപ്പോവാണ് കേട്ടോ. അപ്പോൾ ഇവരെന്താ ഈ പറയുന്നത്? ഇത്രയും നേരം വേലക്കാരിയാണെന്ന് പറഞ്ഞാൽ ഈ പെണ്ണ് ഇയാളുടെ ഭാര്യയായിരുന്നു. അപ്പോഴേക്കും സൂര്യ, നന്ദിനി നീ എന്ത് കാണാനാണ് നിൽക്കുന്നത്? നന്ദിനി വാ, ഉദ്ഘാടനമായി എന്ന് പറയണം. അങ്ങനെ ഉദ്ഘാടനം ഒക്കെ ചെയ്തു കേട്ടോ. ആ ഒരു കത്രിക കൊണ്ട് ആ മാലയൊക്കെ കട്ട് ചെയ്തു. പിന്നീട് മെഷീൻ വർക്കാക്കാനുള്ള ആ ഒരു തയ്യാറെടുപ്പാണ്. അപ്പം മിത്രയോട് പത്മ കാണിക്കുന്നുണ്ട്, എന്തായാലും അവൾ തീരുമല്ലോ. തീരുമെന്ന് പത്മയോട് മിത്ര പറയുന്നുണ്ട്. അങ്ങനെ ആ സമയം നന്ദിനിയാണെങ്കിലും ആ മെഷീൻ അങ്ങ് ഓൺ ആക്കുന്നതും നന്ദിനിയെ ഷോക്കടിച്ച് നന്ദിനി തറയിലോട്ട് അങ്ങ് വീഴാണ് കേട്ടോ. അതോടുകൂടി എല്ലാവരും ആകെ പേടിച്ചും കൊണ്ട് ഓടി വരികയാണ്. അപ്പോഴേക്കും സൂര്യ ചെയ്യുന്ന പ്രവൃത്തി കണ്ട് എല്ലാവരും ഞെട്ടിപ്പോവാണ്. സൂര്യ നന്ദിനിയെ കൈകളിൽ കോരിയെടുത്ത് കൃത്രിമശ്വാസം നൽകുകയാണ് കേട്ടോ. അപ്പം അത്രയും ആളുകളുടെ മുന്നിൽ വെച്ച് സൂര്യൻ നന്ദിനി ചുണ്ടിലും മൂക്കിലൊക്കെ ഇങ്ങനെ വലിക്കുന്നത് കാണുമ്പോൾ, അത് കാണുന്നതിനോട് കൂടി ഇവൻ എന്താ യാതൊരു വിധ ബോധവും ഇല്ലേ എന്ന് പറയുമ്പോൾ, എന്തിനാ അവന് നാണിക്കുന്ന? അവൻ്റെ ഭാര്യയാണ് ആ കിടക്കുന്നത്, അതിനെ രക്ഷിക്കുക എന്നുള്ളത് അവൻ്റെ ഉത്തരവാദിത്തമാണ്. അപ്പോഴേക്കും സൂര്യ കൃത്രിമശ്വാസം കൊടുക്കുന്നത് കൊണ്ട് തന്നെ
നന്ദിനി ആ ഒരു പഴയ ആ ഒരു ഇതിലോട്ട് വരികയാണ് കേട്ടോ. പിന്നീട് നന്ദിനി കണ്ണ് തുറക്കുമ്പോൾ സൂര്യ തൻ്റെ ചുണ്ടോട് ചുണ്ടായി നിൽക്കുന്ന ആ ഒരു സീനാണ് കേട്ടോ. അത് കാണുന്നതിനോട് കൂടി ഇവർക്കെല്ലാവർക്കും ഇങ്ങനെ ദേഷ്യം പിടിച്ച് നിൽക്കുകയാണ്. അപ്പം മിത്ര പറയണ മിത്രയോട് ചോദിക്കുകയാണ്, പത്മ നീ എന്തോന്നാ ചെയ്തു വെച്ചത്? ഒരു ഷോക്ക് അടിച്ച് അവളെ തീർക്കാനാണ് പറഞ്ഞത്. അതിന് ഞാനെന്ത് ചെയ്യാനാ? ഞാനതിൽ ഷോക്കൊക്കെ വെച്ചിരുന്നു. പക്ഷേ ആ കറക്റ്റ് സമയം തന്നെ കറണ്ട് പോയത് ഇപ്പോൾ എൻ്റെ കുറ്റമാണോ? അവൾക്ക് ഈശ്വരാധീനമുള്ളത് ഇപ്പോൾ എൻ്റെ തെറ്റാണോ എന്നൊക്കെ മിത്ര ചോദിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ സൂര്യ മുത്രയ്ക്ക് തിരിച്ചടി കൊടുത്തും കൊണ്ട് ഒരു കമ്പനി തന്നെ ഇട്ട് കൊടുക്കണം. എന്നിട്ട് മിത്രയോട് പറയുന്നുണ്ട്, എൻ്റെ നന്ദിനി നിന്നെ ആട്ടിപ്പുറത്താക്കാത്തോടത്തോളം ഇവിടെ നീ ഉണ്ടാവും. പക്ഷേ നീ ഒരു പെരുങ്കളിയാണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. നീയാണ് ഇതൊക്കെ ചെയ്യുന്നത്, അതെനിക്ക് നന്നായി അറിയാം. പക്ഷേ തെളിവ് സഹിതം നന്ദിനി തന്നെ നിന്നെ ഒരു ദിവസം പുറത്താക്കുന്ന ആ ദിവസം എത്തും. അതിന് ഏതാനും നിമിഷങ്ങൾ എന്ന് പറയുന്നത് പോലെ തന്നെ ഉള്ളൂ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ.